നമ്മളുള്ളത് ഒമാനിലാണ്. ഒമാനിലെ മുസാണ്ടത്തിലാണ്. അറിയാലോ, നമ്മൾ ഇറാഖിലെ മരുഭൂമിയും അതുപോലെ ജോർജിയയിലെ അർമേനിലെ മഞ്ഞെല്ലാം കൂടി കടന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഒരു മാസമായി. ഒരു മാസത്തിന് ശേഷം ഞാൻ 10ഓളം കൺട്രീസിലൂടെ ട്രാവൽ ചെയ്തിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ബ്രേക്കിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്ത സ്ഥലം എന്ന് വെച്ചാൽ മുസാണ്ടാണ് കേട്ടോ. കാരണം UAE റെസിഡൻറ്റ് എന്നാലും എനിക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ്, സീ ആക്ടിവിറ്റീസിലൊരു സ്ഥലമാണ് മുസാണ്ട് എന്ന് പറയുന്നത്. വളരെ ചീപ്പുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, നമ്മളിവിടെ രാജീവേട്ടനാണ്. രാജീവേട്ടൻ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മീറ്റ് ചെയ്യുന്നല്ലേ? എങ്ങനെ പോകുന്നു പരിപാടികൾ? എങ്ങനെ പോകുന്നു? അടിപൊളി. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ബൽക്കിനെയും മക്കളെയും കൊണ്ടുവന്നപ്പം പുള്ളിയുടെ കൂടെയായിരുന്നു നമ്മൾ കറങ്ങിയത്. അന്ന് നമ്മളിവിടെ ഡോ ക്രൂസും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. അവിടെയൊക്കെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നില്ലേ? എല്ലാവരും പോകുന്നുണ്ട്. ഫുൾ കവറിങ്. എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? ഇപ്പോൾ ഞാൻ വന്നിട്ട് 2-3 വർഷമായി. ഈ 2-3 വർഷം കൊണ്ട് ഇവിടുത്തെ ടൂറിസം എന്ത് തോന്നുന്നു? ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊക്കെ മാറി വരുന്നതിൽ അത്യാവശ്യം നല്ല ബൂമിംഗ് ഉണ്ട്. ഇപ്പം വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ UAE ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് കൂടുതൽ കസ്റ്റമേഴ്സ്. ഓക്കെ, എന്താണ് വരുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഭയങ്കര നല്ലൊരു അവിടുന്ന് ക്രൗഡിൽ നിന്ന് നല്ലൊരു പീസ്ഫുൾ ഇതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഭയങ്കര ഒമാൻ ആൾവേസ് വെൽക്കം ആണ്. വലിയ ടൂറിസ്റ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ കാണിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മുസാണ്ടത്തിലെ ആക്ടിവിറ്റീസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്ന സെയിം സാധനങ്ങൾ നമുക്കൊന്നും കൂടി കോപ്പി അടിക്കാം 3 വർഷത്തിന് ശേഷം. നമ്മളങ്ങനെ പോർട്ടെത്തി. പോർട്ടല്ലോ, കടപ്പുറമാണ്. പോർട്ട് അവിടെ വേറെ ഉണ്ട്. കസവിൻ്റെ അങ്ങ് ലാസ്റ്റാണ്, വണ്ടിയിലും കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമ്മളന്ന് വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൽക്കി മക്കളും നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ വീഡിയോസ് എടുത്താണ്. നമ്മളൊരു റീകോളിങ് കേട്ടോ, ശരിക്കും നമ്മൾ പഴയ മെമ്മറീസ് എല്ലാം. രാജീവ് ഭായ് ഇവിടുത്തെ ഭയങ്കര സ്റ്റാർ ആട്ടോ, ഭയങ്കര ഫാൻസൊക്കെ ഉള്ള ആളാണ് രാജീവ് ഭായ്. രാജീവ് ഭായ് എന്ന് പറഞ്ഞാൽ രാജീവ് ഭായ് മുസാണ്ടത്തിൻ്റെ രാജു ഭായ്, അതാണ് നമ്മുടെ രാജീവ് ഭായ്. ഇവിടെ കുറേ വർഷമായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി വർക്കിലായിരുന്നു. ഇപ്രാവശ്യം പുള്ളി മുതലാളിയാണ്. സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡെവലപ്പായി അൽഹംദുലില്ലാ. ഇവരടുത്ത ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കലാണ്. കാരണം നിങ്ങൾ ഓരോ കസ്റ്റമർ വന്ന് ഇറങ്ങിപ്പോയി, അതിനനുസരിച്ച് ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അട്ടിയിട്ട് ഫുള്ള് ക്ലീൻ ആക്കി വെക്കും. പിന്നെ അടുത്ത് നെക്സ്റ്റ് കസ്റ്റമേഴ്സ് വരുന്നതിന് പോകുന്നു. ഇപ്പോൾ രാവിലെ കേട്ടോ 9 മണി സമയമായി. അപ്പോൾ നമ്മളെല്ലാം ഇതിൽ തന്നെ പോകട്ടോ. പിന്നെ കുംസാർ വില്ലേജിലാണ് ഫസ്റ്റ് പോകാൻ പ്ലാൻ ചെയ്തത്. നമ്മൾ മാറ്റി കാണുന്നത് നല്ല കാറ്റാണ്. കാറ്റിൽ നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ലാഞ്ചും ചിങ് ലാഞ്ചും. അപ്പോൾ ഇത് ആക്ച്വലി ലോഞ്ചാണ്. നമ്മൾ പണ്ട് അക്കരെ സിനിമയിൽ മദ്രാസി കടപ്പുറത്ത് ചാടിയില്ല, അതുപോലത്തെ സാധനമാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇതിൽ സ്നോർക്കലിംഗ് അതുപോലെ നമ്മൾ ഡോൾഫിൻ വാച്ചിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇത് എത്ര കപ്പാസിറ്റി ഉണ്ട്? 25 പേർക്ക് പോകും. നിയമപരം എത്ര കൊണ്ടുപോകാൻ പറ്റും? 30 പേർക്ക് പോകും. 30 പേർക്ക് നിയമപരം. പിന്നെ 80 ഉണ്ട്, 120 ഉണ്ട്. ഓ, കയാക്കിങ്ങിനൊക്കെ ഉണ്ടല്ലേ? ആ ഓക്കെ, കയാക്കിങ്ങിന് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അതിൽ ആക്ടിവിറ്റി എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടാവേ. നമ്മളിത് കൊണ്ടുപോകുന്നില്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് കാര്യങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ്, അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് ടോയ്ലറ്റ്സിൻ്റെ സൗകര്യമുണ്ട്. ടോയ്ലറ്റ്സ് എന്നുള്ളത് ഭയങ്കര അടിപൊളി വെറൈറ്റി ടോയ്ലറ്റാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ബോട്ട് ഓടിക്കുന്ന ആളിരിക്കുക, റിവേഴ്സ് ഗിയർ, അതുപോലെ ഫോർവേഡ് റിവേഴ്സ് ഒക്കെ ഉണ്ട്. അത് വെള്ളത്തിൻ്റെ ടാങ്കാണ്. കാരണം കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുള്ളതാണല്ലോ. പച്ചവെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, കയാക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് മൂവ് ആയിട്ടോ. പരിചയപ്പെടുത്തി നിങ്ങളെ ക്രൂവിനെ പരിചയപ്പെടുത്തി. നിങ്ങളെ ക്രൂവിനെ. ഓക്കെ. ഹായ്, good morning. My name is Ismail. I'm from Bangladesh. Captain Isa. How are you, Captain Isa? I'm from Oman. മുസാന്ത? Yes. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്കൊരു ഒമാനി ക്യാപ്റ്റൻ. ഇവിടെ അങ്ങനെ നിയമമുണ്ട്? ഒമാനികൾ മാത്രമേ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യം ഒമാനിലെ പല വീഡിയോസ് പറഞ്ഞത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്ക് ഇവിടെ അല്ലേ. ഇതാണ് ഈ മുസണ്ടത്തിൻ്റെ മാപ്പ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കസബിലാണ്. കസബിൽ നമ്മളിപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഈ റൂട്ടാണ് പോകുന്നത്. കോർഷം റൂട്ട്. ഈ റൂട്ട് 2 ഐലാൻഡ് കവർ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാഫ് ഐലാൻഡിൻ്റെ CB ഐലാൻഡ്. ഉള്ളിൽ കൂടി നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. ടെലിഗ്രാഫ് ഐലാൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വീഡിയോ എടുത്ത് ഐലാൻഡ്, ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്ത് ഐലാൻഡ്. അതുപോലെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ടെലിഗ്രാഫ് അറിയാലോ, കമ്പി അടിക്കുന്നില്ലേ, ആ കമ്പി അടിക്കുന്നതിൻ്റെ കേബിൾ കടലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടത് അതിൻ്റെ ബൂസ്റ്റർ സ്ഥാപിച്ച ഒരു ഐലൻഡ് ആയിരുന്നു ടെലിഗ്രാഫ് ഐലൻഡ് കേട്ടോ. ഓക്കെ, നമ്മൾ പോകുന്നത് നമ്മൾ ഈ 2 ഐലൻഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. സ്വിമ്മിങ്ങും സ്നോർക്കലിംഗ് എല്ലാം കയാക്കിംഗ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നമ്മൾ ഡോൾഫിൻ ഏരിയ കവർ ചെയ്യുന്നുണ്ട് പോകുന്ന വഴിക്ക്. ഓക്കെ,
ഡേ നമുക്ക് മൊത്തം 6 hours. ഇതാണ് നിങ്ങൾ അൽതാഫ് ടൂർസ് അല്ലേ? അതെ, ഇവരെ കോൺടാക്ട് നമ്പർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഡോൾഫിനെ കണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടാൽ നമുക്ക് ഇത്ര കിട്ടിയില്ല. ഡോൾഫിനെ ഓൾമോസ്റ്റ് 1 മിനിറ്റിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഡ്രൈവർ എന്താ വെച്ചാൽ, ക്യാപ്റ്റൻ എന്താ വെച്ചാൽ, ഇതിങ്ങനെ ഡോൾഫിൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നു. ഇവൻ പോയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഗ്യാപ്പ് അടിച്ചിട്ട് അതുങ്ങളെ പൊക്കിയിരിക്കും വന്ന്. കാരണം ഈ ബോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്തുള്ള എന്താ പറയുക, തിരമാലകൾ, അലകൾ എന്ന് പറഞ്ഞില്ലേ, അതിലേക്കൂടെ തുള്ളാൻ ഡോൾഫിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ ഈ ഡോൾഫിൻ്റെ ബോട്ടിൻ്റെ ബേക്കിൽ തന്നെ വരാൻ തുടങ്ങി. ഇത് അവിടെയൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ ഇതിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിഷ്വൽസ്. ഓക്കെ, ആ ലോങ്ങൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴും അവിടെ ഡോൾഫിൻ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് സ്നോർക്കലിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-15-20 മിനിറ്റോളം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായ ഡോൾഫിനെ കാണാൻ പറ്റുള്ളൂ. അടിപൊളി, ഓൾമോസ്റ്റ് ഒരു 8-10 ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. വളരെ അടിപൊളി. എല്ലാ ബോട്ടുകാരും ഇപ്പോൾ ഇവിടെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഡോൾഫിനെ കാണാൻ പറ്റി. അപ്പോൾ സ്നോർക്കലിംഗ് സ്പോട്ട് എത്തി. ഇത് ടെലഗ്രാഫ് ഐലൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫുൾ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നോക്കി നിങ്ങൾ കണ്ടില്ലേ, ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അലൗഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ബോട്ടുകളൊക്കെ ആയിട്ട്. ഓ, ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾ ഗ്രീൻ കളറല്ലോ, നല്ല മഷീട്ടോത്ത ഗ്രീൻ. ഇവിടെ ഒരുപാട് കോറലുണ്ട്. ഇവിടെ കോറലുണ്ട് ഇവിടെ. അതെ എന്ത് എടാ, ഈ മീനിനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി സ്നോർക്കലിംഗിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ടാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറയിലുണ്ട്, ലൈഫ് ജാക്കറ്റിലാണ് നടക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇവിടെ കസേരട്ടെ, എവിടെ ഇട്ടേ ചാടുന്നേ? ഓക്കെ, ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. അജീബ് ഒന്ന് ക്യാമറ പിടിച്ചോ. ഓ, ഇവിടെ എന്തോ മീനുകളൊക്കെ ഉണ്ട്. ക്യാമറ പിടിച്ചോ, ഇതും പിടിച്ചോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ സ്നോർക്കലിംഗ് കേട്ടോ. തടുക്കാൻ തുടങ്ങി നല്ല സുഖമായിട്ട്. ഇതൊരു പ്രത്യേക സുഖമാണ്. ഓക്കെ, കൂടാ കപ്പുണ്ടോ? കാലാണ് സാധനം കേട്ടിട്ടുണ്ടോ? അത് ചെയ്യേണ്ടതില്ല. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ആടുണ്ട്, 1.5 ആടുണ്ട്. പക്ഷേ അത് വിഷയമല്ല. ഓക്കെ, പിന്നെ ഈ സാധനം എപ്പോഴും ഇടുന്നത് വളരെ നല്ലതാണ്. അതാണ് ഞാൻ പറയാൻ പോയത്. അല്ലെങ്കിൽ മൂക്കിൽ കിടന്നൊക്കെ വെള്ളം കയറി കേട്ടോ. അപ്പോൾ സ്നോർക്കലിംഗ് എന്നുള്ളത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സ്പോട്ടാണ്. ഞാൻ ഒമാനിൽ മസ്കറ്റിൽ നിന്ന്, മുസാണ്ടിൽ നിന്ന്, അതുപോലെ ആഫ്രിക്കയിലെ സാൻജിബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, കൊച്ചിയില്ല, അതുപോലെ തന്നെ ഗോവയില്ല, കോവളത്ത് ഞാൻ പോയിട്ടില്ല. പല രാജ്യങ്ങളിലും ഞാൻ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത് സാൻജിബാറിലെ പ്രിസൺ ഐലൻഡാണ്. ഞാനിവിടെ 3-4 തവണ ആരും അറിയാണ്ട് പോയിട്ട് സ്നോർക്കലിംഗ് വന്നിട്ടുണ്ട്. ഓ ഹോ, വിളങ്ങിരോ ആളുവ മുസാണ്ടത്തിലേക്ക് ആളുവ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര കാലം ചാടുമ്പോൾ, ക്യാമറ എടുത്ത് ചാടുമ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടില്ല. ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ചാടി. അതുപോലെ തന്നെ നമ്മളെ ഈ സ്നോർക്കലിങ്ങിന് ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം സംഭവം അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്,
നല്ല സ്ഥലം. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടലിനടിയിൽ മൊത്തത്തിൽ ഫിഷൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ഫിഷൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും തീറ്റ കൊടുക്കുന്നതിൽ ഫിഷ് ഒരുപാട് വരും, ഒരുപാട്. നമ്മുടെ ദുബായ് മാളിലെ ഫിഷ് ടാങ്കിൽ കാണുന്ന പോലെ ഇവിടെ അവസ്ഥ. ഓക്കെ, ഇപ്പം വേറൊരു ടീം ഇവിടെ സ്നോർക്കലിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നേരത്തെ പിടിച്ച കൂന്തൽ ഇവിടെ കിടക്കുന്നു കേട്ടോ, കൂന്തലുണ്ട്. ഇതിന് സാധനം പേളല്ലേ അത്? അത് കക്ക എന്താ പറയുന്നത്? പേള്. അത് നമ്മൾ തിന്നു, ഷെല്ല് തിന്നു. ഓ, ഷെല്ല് തിന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരുപാട് മുള്ളി ആയിരിക്കുന്നു, ഒരുപാട് മുള്ളി ആയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇവർ നല്ല അടിപൊളി മീന് സെറ്റാക്കുന്നുണ്ട്. എന്ത് മീനത്? ശരി, ഇപ്പം പിടിച്ചോണ്ട് ശരിയാ? വാങ്ങിയതാ പിടിച്ചതാ? സത്യം പറ. എന്നെ പിടിച്ചതാ, ഫ്രഷ്. എവിടെ പിടിച്ചത്? നമ്മൾ അവിടെ നിന്ന് പോർട്ടിൽ നിന്നുണ്ടായിരുന്നല്ലോ. നീ നിന്റെ വണ്ണം കൂടി തള്ളി മറിക്കുന്നല്ലോ. ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ പാർട്ട്നേഴ്സ് ആണ്. നിങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടില്ല? സാധാരണ പാർട്ട്ണർമാർ നമ്മൾ അടിച്ചു അങ്ങനെയല്ലേ? അപ്പൊ എല്ലാവരും കൂടോത്രം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾ 2 കമ്പനിയാണ് കേട്ടോ. അതൊന്നും വേണ്ട, വെറുതെ പറഞ്ഞ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവർ കുളിക്കാൻ ഇതുണ്ടോ കാണിച്ചിടാം. ഇവിടെ കണ്ടോ, ഇവിടെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് നല്ല വെള്ളമാണ്, ഉപ്പുവെള്ളം. ഇതിന് നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ ഈ ടവലും കിട്ടും, ടവലിൽ നിങ്ങൾക്ക് തോർത്തിരിക്കാം. ഈ ഒരു ഐലൻഡിൻ്റെ ചുറ്റുമാണ് ശരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ഇവിടെ ആമയുണ്ട്, തെരണ്ടിയുണ്ട്, ഒരുപാട് നല്ല ഫിഷുകൾ കേട്ടോ. ശരിക്കും മുതലായി. ഇത്ര ലെങ്ത്തിൽ ഞാൻ ഇതുവരെയായിട്ട് സ്നോർക്കൽ ചെയ്തിട്ടില്ല, മുന്നേ വന്നിട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ഇറങ്ങാൻ മടിയായിരുന്നു, ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേടി മാറി. ഇനി മുതൽ ഏത് കൺട്രി പോലും ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ചാടും. നിങ്ങളെല്ലാം ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ചാടുന്നെങ്കിൽ, നീന്തായിരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കറിഞ്ഞാൽ മതി. നിങ്ങൾ ഈ സാധനം ഇട്ട് ഒന്ന് ചാടി ലൈഫ് ജാക്കറ്റ് ഒഴിവാക്കി. നല്ല സ്ഥലം. ഇവിടെ ഭയങ്കര പാചകമാണ്. ഇത് ഫോയിലിട്ട് ചൂടാക്കട്ടെ എന്നല്ല. ഈ പൊരിക്കലുള്ള എന്തെങ്കിലും പേരുണ്ട് ഇടാ? ഞാനറിയാലോ ഇറാഖിൽ മാലും അറബി ഓണ്ട് പറഞ്ഞോട്ടെ. ഞാൻ ഇറാഖിലൊക്കെ വണ്ടി ഓടിച്ചിനി. ഇറാഖിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ അറബി കഷ്ടപ്പെട്ട് പഠിച്ചത് പറ. أول العراق أنا ما عربي، أعرف عربي. بعد العراق أنا أعرف عربي. تعليم عربي. അപ്പം പിന്നെ അതുപോലെ നിങ്ങൾക്ക് DJ പോലത്തെ പരിപാടികളൊക്കെ അടിച്ചു പൊളിക്കാൻ. ഓക്കെ, നിങ്ങളൊരു ക്ലബിലൊക്കെ പോയി നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുന്നതിന് പകരം ബോട്ടിൽ അടിച്ചു പൊളിക്കാനാണ് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഇവരെടുത്തിട്ടുണ്ട്. അതെന്താ പറഞ്ഞോടത്തെ? അത് നമുക്കൊരു 24 hours ട്രിപ്പാണ്, ഓവർനൈറ്റ് സ്റ്റേ ആണ്. നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു DJ ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് 3 മീൽസ് ഒക്കെ വരും. ഇതല്ലോ ഈ ബോട്ടിൽ ഇതല്ല, ഇത് നമുക്ക് ജസ്റ്റ് വേറെ ഏതൊക്കെ കാറ്റഗറി ബോട്ടുകളിൽ നമുക്ക് ഇപ്പോൾ ഇത് നമുക്കൊരു 20 പീപ്പിളോളം ഇതിൽ പോവാം. ഇത് ഒരു ജസ്റ്റ് രാവിലെ വൈകുന്നേരം വരെ ഫുൾ ഡേ. പിന്നെ 24 hours പാക്കേജാണ്. രാവിലെ നമുക്കൊരു 10 മണിക്ക് എടുത്താൽ നെക്സ്റ്റ് 10 മണി വരും. എങ്ങനെയാണ് സാധാരണ ചാർജ് ചെയ്യുന്നത്? നമുക്ക് ഗ്രൂപ്പ് പ്രൈസ് ആണ് വരുന്നത്. ഒരു 450 പെർ പേഴ്സൺ വരുന്നുണ്ട് ഒരാൾക്ക്. 450 ദിർഹംസ് വരുന്നുണ്ട് പെർ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ 130 150 വരുന്ന പാക്കേജ് എന്താ? അത് നമ്മൾ ജസ്റ്റ് ഡേ ട്രിപ്പ്, ജസ്റ്റ് 10 to 4. 10 to 4 അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും അതിൽ? നമുക്ക് ഇപ്പം നമ്മൾ കസബിലാണെങ്കിൽ കസബിൽ നമുക്ക് 6 hours 2 ഐലൻഡ് കവർ ചെയ്തിട്ട് ടെലിഗ്രാഫ് ഐലൻഡ് പിന്നെ CB ഐലൻഡ് 2 ഐലൻഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അതിന് ഇൻക്ലൂഡിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട്സ്, ടീ, കോഫി. ഇതുപോലെ സ്നോർക്കലിംഗ് ബനാന ബോട്ട് ഇപ്പം നമ്മുടെ കസബിലില്ല, നമ്മൾ ദിബിലാണുള്ളത്. കയാക്കിംഗ് ഉണ്ട്. ഒരു ബോട്ടിൽ എത്ര ആൾക്കാരാണ്? അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്താ ഉള്ളത്? ഓക്കെ, ഓപ്പൺ കറോ. ഇത് റൈസാണ്, നല്ല അറേബ്യൻ എന്താ പറയുക, മന്തി പോലത്തെ റൈസ് ഉള്ളത്. മന്തി പോലത്തെ റൈസാണ്. ഇത് നല്ല ചിക്കൻ, അടിപൊളി ചിക്കൻ പൊരിച്ചതാണ്. ഇത് മീൻ പൊരിച്ചതാണ്. പരിപ്പ് കറി, മീൻ കറിയും പരിപ്പ് കറിയും ചോറും എൻ്റെ ഫേവറേറ്റ്. ഇത് നൂഡിൽസ് ഉണ്ട്. അതുപോലെ എന്ത് കറിയാം? മീൻ കറിയാം, വെജിറ്റബിൾ കറി കേട്ടോ. പിന്നെ അത് ഫിഷിന് കൊടുക്കല്ലേ? ഓക്കെ, അതെന്താ? അബ്ബൂസും കുർബൂസും. പിന്നെ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവരെ ഫിഷ് ഞാൻ അപ്പുറത്ത് കാണിച്ചിടാം. ഇതാണ് ഫുഡ് കേട്ടോ. നല്ല അടിപൊളി മീനും. ഈ മീനല്ല ഇപ്പോൾ പൊരിച്ച ഷരീക്ക് മീൻ ഇട്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവരെ പിടിക്കുന്നതാണ്. കാരണം മുസാണ്ടത്തിലെ ആൾക്കാർ ഫിഷ് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങലില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് പിടിക്കുന്നത് കേട്ടോ. കാരണം ഇവരുടെ മെയിൻ പ്രധാന ജോലി എന്ന് മീൻ പിടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫിഷൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. UAE ഒരുപാട് കമ്പനികൾ എനിക്കറിയാം. മുസാണ്ടത്താണ് ഇവിടെ നിന്നാണ് ഫിഷ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഏതായാലും ജ്യൂസ് ഉണ്ട്, അൺലിമിറ്റഡ് ആണ്. എത്ര വേണം കഴിക്കാമല്ലോ? അപ്പം ഇവിടെ വന്നാൽ സ്നോർക്കലിംഗ് ചെയ്യാം, കടലിൽ കറങ്ങാം, കാഴ്ചകൾ കാണാം, കാറ്റ് കൊള്ളാം, പാട്ട് പാടാം, പാട്ട് കേൾക്കാം, ഡോൾഫിനെ കാണാം. പിന്നെ അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം. ഞാൻ അടിക്കട്ടെ. സംഭവം ഫുഡ് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ ഹൈജീനിക്കാണ് ഫുഡ്. പിന്നെ നല്ല വൃത്തിയുണ്ട്. ചിക്കൻ പൊരിച്ചാണെങ്കിലും കഴിച്ചോക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ.
ആ നാടൻ ഫുഡ് കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ പേടിക്കാൻ വേണ്ട. പിന്നെ നല്ല ഫ്രഷ് ഫുഡാണ്, ഫ്രഷ് പീസാണ്, അതുകൊണ്ട് നല്ല ഹൈജീനിക് ഫുഡ് കേട്ടോ. ഇവരുടെ രണ്ടാമത്തെ സ്വിമ്മിംഗ് സ്പോട്ടാണ്. ഈ സ്പോട്ടിന് പേരെന്താ? CB ഐലൻഡ്. ഓക്കെ. പിന്നെ അതിനിടയിൽ അവിടെ 2 കടൽ കാണുന്ന ഒരു സ്റ്റെപ്പ് കയറുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് മടിയായിട്ടും കയറിയിട്ടില്ല, നല്ല ഉറക്കം വാങ്ങിപ്പോയി. ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എൻ്റെ ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ മുങ്ങിയ പിടിക്കുന്ന പിടിയില്ല, അതുകൊണ്ടാണ് എടുക്കാതെ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കിട്ടാം, നമുക്ക് ഫിഷ് കാണിച്ചേക്കാലോ. ഇന്ന് കൊണ്ട് ഇടാൻ നിങ്ങളെ പിടിച്ചും കിട്ടാലോ. ഒരു പഴം മൊത്തം ഞാൻ തിന്നേണ്ട പഴമായിട്ട് ഇവരുടെ അടുത്ത് മീൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ. ഏടാ മീൻ വരുന്നുണ്ടാ നോക്കിയാ എന്ത് ഇത്. നമ്മൾ വെള്ളത്തിൽ ചാടിയിട്ട് ഈ പഴം കൊടുക്കണം. അപ്പോൾ ഈ മീനുകൾ മൊത്തം വലിയ മീൻ കേട്ടോ. ഈ മീനുകൾ മുഴുവൻ നമ്മളെടുത്തേക്ക് നോക്കി നിങ്ങൾ നിറഞ്ഞിട്ടുണ്ട് മീനുകൾ. അപ്പോൾ ഇവിടെ സ്നോർക്കിലിംഗ് ചെയ്യാൻ വന്നല്ലേ. ഇവിടെ നമുക്ക് അതാ കൊണ്ടുപോകുന്നുണ്ടോ. ഇത് ശരിക്കും നമ്മൾ അതിൻ്റെ നടുവിൽ നിന്നിട്ട് കാണണം. നമ്മുടെ നാട്ടിലെ ചില അമ്പലങ്ങൾ കുളങ്ങളില്ല ഫുഡ് കൊടുത്തിട്ടുണ്ടെന്ന് അതുപോലെ കേട്ടോ. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പ്രിപ്പറേഷനാണ്. നേരത്തെ നമ്മൾ പിടിച്ചിട്ട് കൂന്തലല്ലേ, ആ കൂന്തലിനെ പീസ് ആക്കിയിട്ട് മീനിൻ്റെ ഏരിയ ആക്കിയിട്ടുണ്ടോ. സാധാരണ നാട്ടിലാണ് നമ്മൾ കോഴി പാർട്സ് ഒക്കെ ഉള്ളത്. ഇവർ കൂന്തലിൻ്റെ പീസ് ഇങ്ങനെ ആക്കുന്നുണ്ട്. ആ ഡബ്ബയിലുള്ള മുഴുവൻ അങ്കീസാണ്. ഇത് ഫുള്ള് ചെറിയ പീസ് ആക്കുന്നുണ്ട്. ഫുള്ള് പീസ് ആക്കിയിട്ട് മാക്സിമം കുറേ സമയം നമുക്ക് ചൂടിടാൻ സെറ്റപ്പ് ആക്കുന്നുണ്ടാവും. പിന്നെ ഇതാണ് ഇതിൽ എത്ര കിലോ വരെ മീൻ കൊള്ളും? 5 കിലോ മീനൊക്കെ പിടിക്കലുണ്ട് നിങ്ങൾ? ഇവിടെ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മീനെ കിട്ടുക സാധാരണ? ഷാരിയും ബർക്കോതയും കിട്ടാറുള്ളത്. ബർക്കോത വെച്ചാല് മറ്റേ വലിയ ടൈപ്പുള്ള എന്ത് അയില, മത്തി, ആവോലി, അയക്കൂറ. അയക്കൂര കിട്ടാറുണ്ട്. കന്നഡ വെച്ചേട്ടാ അയക്കൂരൊന്നും കിട്ടാറില്ലേ? അന്ന് ഇവിടെ അയക്കൂറില്ല. ഓ അടിപൊളി. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇവരതിൻ്റെ പ്രിപ്പറേഷൻ നടന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കോ ഇവിടെ ചൂടൊക്കെ ഓർത്തിടാൻ പോവാണേ. ഇവിടെ നല്ല ആട്ടാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദൂരേക്ക് ചാടുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ ഇടുന്നത്, ഇവിടെ തന്നെ ഇട്ടിട്ടുള്ളത്. ഒരാൾ അവിടെ ഇടുന്നുണ്ട്, ഒരാൾ ഇവിടെ ഇടുന്നുണ്ട്. ആർക്ക് കിട്ടും? ഒരാളിന് അപ്പുറം ഇടുന്നുണ്ട്. 2 മുതലാളിമാർ അപ്പുറം ഇപ്പുറം. നോക്കാം നമുക്ക് ആർക്ക് കിട്ടും കേട്ടോ. किसको बायला मिलेगा? मिल गया किसको मिल गया? बारकूड़ा बहुत ऑइड है बारकोदा बहुत ऑइड है ഇതൊന്നും ഈ മീൻ്റെ പേരെന്താ? ബാർക്കൂടയാ? ഇത് നല്ല സൈസ് ഉണ്ടല്ലോ ഈ സാധനം. പൊരിച്ചു നമ്മുടെ സൈസാണല്ലോ ഇത്. കോയല മീനെ പോലെ കാണുമ്പോൾ എന്നാ പോയി അടിപൊളി. രണ്ടാമത്തെ മീൻ രാജീവായിട്ട് ഇറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കെന്ന് കിട്ടി നോക്കാം. വമ്പിച്ച മീൻ പിടുത്ത മത്സരമാണ്. പക്ഷെ ഒന്നുണ്ട്, ഇവന് കിട്ടിയിരുന്ന നോൻ പറഞ്ഞു ബറക്കൂടയാണെന്നുള്ളത്. അതെങ്ങനെ മനസ്സിലായത്? പോയാ എന്തായി പോയി? അല്ലാ എങ്ങനെ ഈ മീൻ തിന്നതിന് അതിനെ തിന്ന് ഇത് ഫസ്റ്റ് തിന്ന് എന്നാ അതിനെ തന്നെ ഇട്ടൊന്നും കൂടി. എനിക്ക് അറിയില്ല, ഒരു കാര്യമില്ല. എനിക്ക് ഭയങ്കര ഭാഗ്യം. അവിടെ ചിലപ്പോൾ സാവലം വരും, എനിക്ക് പണിയെടുക്കും. പിന്നെ പുള്ളി എന്നോട് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടോ. ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്, ചിലപ്പോൾ സ്രാവലം വന്ന് ഇവരെ തെണ്ടിപ്പോകുന്നു. അതുകൊണ്ടൊന്നുമില്ല, എനിക്ക് അറിയില്ല. ഞാൻ ലാസ്റ്റില്ല വാർദ്ധക്യ സമയത്ത് എൻ്റെ പ്ലാൻ എന്താ അറിയോ? ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് ഇങ്ങനെ രാവിലെ മുതൽ ചൂണ്ടിലിട്ടിരുന്നിട്ട് മീനൊക്കെ പിടിച്ച് പൊരിച്ച് നിന്ന്, ഇതൊക്കെയാണ് എനിക്ക് താല്പര്യമായിരുന്നു കേട്ടോ. മീനെങ്കിലും ആവണേ, പൊട്ടരുതേ. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഒരാൾ പേടിച്ച് കയറുന്നുണ്ട്. നേരത്തെ പൊട്ടി വെച്ചിട്ട് ഒരു മണിക്ക് രണ്ടെണ്ണോ? അത് തലമാറുള്ള കുഞ്ഞു മീന്. രണ്ട് ബാരാക്കൂടനെ പിടിച്ചിരിക്കുകയാണ്. भाई आप हार गए, आपको एक है ना, इसको 2 मिल गया. कुछ खा रहा है, आएगा तो खींचना चाहिए, जोर से खींचना चाहिए. पता नहीं नहीं है. अब देखो, ചില ആൾക്കാർക്ക് പറഞ്ഞ പണിയാണ്. മീൻ പിടിക്കുന്ന നല്ല അടിപൊളി മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് പലപ്പോഴാവല്ലോ.
സമയമായി രണ്ടാളും തൂക്കുമുക്ക്. എന്ത് കിട്ടുമോ മോനെ? നിങ്ങൾ കിട്ടുവാ? മലയാളികളുടെ നാണം കിട്ടാൻ വേണ്ടി രണ്ടെണ്ണതാ അപ്പുറം ഇപ്പുറം നങ്കീസിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒരു മീൻ പോലും കിട്ടുന്നില്ല. അവർ രണ്ടാളും പിടിച്ചു മീൻ. ഇവർ രണ്ടാളും ഇങ്ങനെ വായ നോക്കി മേലോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ കിട്ടുവാ? ഉണ്ടാ വലിച്ചു കയറ്റുന്നില്ല. എന്തും കൊണ്ടാ? ഒരു ഡിഫറെന്റ് മീനാണ് രാജീവ് ഭായി കിട്ടിയത്. ബരാക്കുട മലയാളികളെ ഫലിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വാശിപ്പുറത്ത് കയറി ചൂണ്ടിട്ട് വാശിപ്പുറത്ത് പിടിച്ച മീനാണ് ബരാക്കുട. പാവം ബരാക്കുട. മലയാളികളുടെ മാനം കേൾക്കാൻ വേണ്ടി ചൂണ്ടയിൽ കുടുങ്ങിയ ബരാക്കുട മീൻ. എൻ്റെ അഭിവാദങ്ങൾ. ആ ബരാക്കുട മലയാളിയുടെ അഭിമാനം കത്തിട്ടോ. പക്ഷെ ഇതുണ്ടോ നിങ്ങൾ ഫ്രൈ ആക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം നാണം ഉണ്ടാണ് എനിക്കൊരു നാണം ഉരുവുണ്ടെങ്കിൽ ഒരു മീൻ പിടിക്കാരുടെ ചൂണ്ടി നോക്കിയിട്ടില്ല. വലിപ്പുണ്ടാ നേരത്തെ കിട്ടിയത്. വാ അടുത്ത വന്നിരിക്കുകയാണ്. പോരട്ടെ, എങ്ങനെ പോരട്ടെ? മീനുകളെല്ലാം പോരട്ടെ. നമ്മൾ 6ാമത്തെ മീനാണ് ഇത്. ഇപ്പോൾ ഇത് കിട്ടുന്നത് 7ാമത്തെ മീനാണ്. ഒന്ന് കാണിച്ചടാ, അതിന് പകുതി എടുത്തടാ. മലയാളികളുടെ മാനം കാക്കാൻ വേണ്ടി പിടിച്ചതാണ് ഇവനെ. പകുതിയില്ലട്ടോ, പകുതി എടുത്തു. ഏത് മീന്? അതല്ല, ഫുൾ ഡിഫറെന്റ് മീനാണ്. ഇതിന് പകുതി എടുത്തു. ഇത് അങ്ങനെ തന്നെ കോർത്തിട്ട് പാവം ജീവിച്ചു പോയിക്കോട്ടെ. ശരി, അടുത്ത മീൻ കിട്ടിയിരിക്കുകയാണ്. എത്ര കിലോ ഉണ്ടോ? 10 കിലോ ഉണ്ടോ? 1 കിലോ പോയ. ഞാൻ അങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് എനിക്ക് ആൾക്കാർ വിശ്വസിച്ചോട്ടെ വെച്ചിട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറുകുപോയ മീനിന് പീസാക്കിയിട്ട് നമ്മൾ രണ്ടാമതും കോർത്തിടുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫിഷിങ്ങിന് വരുമ്പം നമുക്ക് കറക്റ്റ് സ്പോട്ടിലിട്ടൊരു കാര്യമുള്ളൂ. അവിടെ ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ നമുക്കിപ്പോൾ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മുസാണ്ടത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വന്ന് ഇവിടെ ഗുംസാർ വില്ലേജ് പോകാം. അവിടുന്ന് സ്നോർക്കലിംഗ് ചെയ്യാം. രണ്ട് മൂന്ന് ലൊക്കേഷൻ ഉണ്ട് സ്നോർക്കൽ ചെയ്യാൻ. അവിടേക്ക് സ്നോർക്കൽ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ക്യാമ്പിംഗ് വേണമെങ്കിൽ ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. പിന്നെ ഫിഷിങ് ചെയ്യാം. ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്. ഒരുപാട് പോസിറ്റീവ് മൊമെൻറ്റ്സ് കേട്ടോ. ഇപ്പോൾ പെരുന്നാളാണ് വരാൻ പോണത് അല്ല, പെരുന്നാളിന് എനിക്ക് തോന്നുന്നു UAE-ലെ ഒരു 70-75% ആൾക്കാരും വരുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവിടെ സീറ്റൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ബോട്ടാണെങ്കിൽ സീറ്റുകളൊന്നും കിട്ടില്ല, എല്ലാം ബുക്ക്ഡ് ആയിരിക്കും. അപ്പം എന്താ പറയുക, അല്ല പെരുന്നാളിലേക്ക് എന്താ അവസ്ഥ? ബുക്കായല്ലോ? ഹാഫ് ബുക്കിംഗ് ഓൾറെഡി ഉണ്ട്. 40% ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഒരു കാര്യം, ഇവരുടെ നമ്പർ കേട്ടോ. നിങ്ങൾ UAE-ലെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഇവരെ വിളിച്ചാൽ മതി. പോയിന്റ് നമ്പർ 1, ഇതിനിടയിൽ ഏജൻറ്റുമാരോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ബോട്ടാണ്. ഡയറക്റ്റ് വരിക, പുള്ളിയെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ബോട്ടിൽ വരിക, കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വെച്ച് നിങ്ങൾക്ക് വേറെ ആളെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്തതിനെ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക. പെരുന്നാൾ ഒരാഴ്ച മുന്നേ 2 ദിവസം മുന്നേ വിളിച്ചൊന്നും കാര്യമില്ല കേട്ടോ. ഓക്കെ, നല്ലതാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഗ്യാദർ ചെയ്യാനൊക്കെ നല്ലൊരു സ്പോട്ടുണ്ട്. പിന്നെ നമ്മുടെ ദുബായിലെ ആ ഒരു തിരക്കിനിടയിൽ, അത്രയും തിരക്ക് ജീവിതത്തിനിടയിൽ നമുക്ക് വളരെ പീസ്ഫുള്ളായ ഒരു വില്ലേജിലേക്ക് വരാൻ പറ്റും. അതും നമുക്ക് വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു എക്സ്പെൻസിലാണ്. സ്വന്തം വണ്ടി എടുത്ത് വരാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ വാഹന സൗകര്യമൊക്കെ അവരെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കടയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെല്ലാവരും ബൈ പറയുകയാണ്. ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആൾക്കാരൊക്കെ വിളിക്കും പെരുന്നാളിനൊക്കെ. കുഞ്ഞുങ്ങൾ നോക്കണം, ഒരു മീൻ പോലും കിട്ടാൻ കുറച്ചുകൂടി മാറി. ശുക്രൻ. താങ്ക് യു ക്യാപ്റ്റൻ. ബൈ, താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ പുള്ളി അടിപൊളിയാണേ, ഇവൻ അടിപൊളിയാണ്. കാരണം ഓനെ നിങ്ങളെ പൊന്നുപോലെ നോക്കും, എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാനിവിടെ പുതിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അവനെ ഞാൻ ചാടിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് കൂടെ എന്നെ വിളിക്കട്ടോ. ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട് ഗായ്സ്. 2 കൊല്ലം കൊണ്ട് പുതിയ ബോട്ടൊക്കെ വാങ്ങിയപ്പോൾ മുതലാളിക്കായി. അവരെ ഹാർഡ് വർക്ക് ആട്ടോ. ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിലേക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വിളിക്കണം, നമ്പർ തരാം, ഡീറ്റെയിൽസൊക്കെ തരാം. നിങ്ങൾ വിളിച്ചാൽ മതി. വളരെ സേഫായിട്ട് ഫാമിലിയായിട്ട് വന്ന് 1 ദിവസമോ 2 ദിവസമോ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ദുബായിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറിയിട്ട് ഒമാൻ്റെ വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലേക്കൊരു പോക്ക് കേട്ടോ. അതാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മളിൻ്റെ ലോകയാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അർമേനിയയിൽ നിന്ന് വണ്ടി എടുത്ത് റഷ്യയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ റഷ്യയിലെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അവിടെ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ പോകും, കിർഗിസ്ഥാൻ പോകും, തജിക്കിസ്ഥാൻ പോകും, കസാക്കിസ്ഥാനൊക്കെ പോകും കേട്ടോ. ഓക്കെ.